നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിലും വലിയ ശാഠ്യങ്ങൾക്ക് സാധിക്കില്ല. വിട്ടുവീഴ്ചയാണ് പോംവഴി. ഇതാണ് എന്റെ അഭിപ്രായം. തീരുമാനിക്കേണ്ടത് ശ്രീയ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ്. നിനക്കും അറിയാലോ സന്ദീപിന്റെ ഒരു രീതി. ഒന്നിനും ധൈര്യമില്ലാത്തവനായിരുന്നു. ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ ഒരു കാര്യവും സ്വയം ചെയ്യാനുള്ള തന്റെ ഇടം അവനുണ്ടായിരുന്നില്ല. ഞാനും ശ്രീകലയും വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവൻ നീങ്ങുമായിരുന്നില്ല. ഇപ്പോഴെന്ത് പറ്റി? ഇപ്പോഴെന്താ പ്രശ്നം? എല്ലാം പ്രശ്നമാണ്. നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഉടനെ തന്നെ അവൻ ഗസ്റ്റ് ഹൗസ് വിട്ട് എങ്ങോട്ടോ പോയെന്ന്. അതിനിപ്പോ ചേട്ടൻ എന്താ? അവരെവിടെ പോയി തൊലയട്ടെ. അങ്ങനെയൊന്നും അവൻ തൊലയില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്വതന്ത്ര ജീവിതത്തിലൂടെയാ ഓരോ മനുഷ്യനും ശക്തനും കരുത്തനുമാകുന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്റെ ഇടം നേടുന്നത്. അവന് തന്റെ ഇടം വന്നാലെന്ത്, വന്നില്ലെങ്കിലെന്ത്? തട്ടാശ്ശേരിയുടെ എല്ലാ സ്വപ്നങ്ങളും അടക്കി ഭരിക്കുന്ന ശ്രീകലയുടെ ആജ്ഞയ്ക്ക് കീഴടങ്ങി ജീവിക്കുന്ന ചേട്ടന് അതൊന്നും പ്രശ്നമല്ല. ആ സന്ദീപ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ വലിയ പ്രശ്നം. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ഭവിഷ്യത്ത്? ഒരു ഭവിഷ്യത്തും ഇല്ല. മല്ലികാന്റി വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളും. ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെയും അച്ഛൻ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല സന്ദീപ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം റിമോട്ടിൽ ചലിക്കുന്നൊരു പാവ. അതായിരുന്നു അവൻ. സ്വന്തമായി തീരുമാനങ്ങളും ഇഷ്ടങ്ങളും കാര്യമായിട്ടൊന്നും ഇല്ലാതിരുന്നൊരു പാവം. അങ്ങനെ അവനെ വളർത്തിയത്. അതെ, അങ്ങനെ അവനെ വളർത്തിയതിന്റെ ഗുണം എന്താണെന്നറിയോ? അവനൊന്നും ചോദ്യം ചെയ്യില്ല. ഇപ്പോഴത്തെ തുറന്ന ജീവിതത്തിന്റെ ദോഷവും അതാ. ഇനി അവൻ എന്തിനേയും ചോദ്യം ചെയ്യും. അവിടെയാണ് അപകടം. പക്ഷെ അതിന് നമുക്കെന്ത് ചെയ്യാനാവും? അഥവാ ഇനി എന്തെങ്കിലും ചെയ്താൽ ചേട്ടന് ശ്രീകലയുടെ പ്രീതി നഷ്ടപ്പെടില്ലേ? ശ്രീകലയുടെ പ്രീതി സമ്പാദിക്കാനാണല്ലോ ചേട്ടന്റെ എല്ലാ പ്രവൃത്തിയും. അതെ, ശ്രീകലയുടെ പ്രീതി ആവശ്യമാണ്. അല്ല, അത്യാവശ്യമാണ്. അതിനുവേണ്ടി പലതും ചെയ്യും. അതൊക്കെ അവരുടെ ബോധ്യത്തിനു വേണ്ടി. പക്ഷേ അവരുടെ ബോധ്യത്തിനും അറിവിനും പുറത്ത് തമ്പി പലതും ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ ശ്രീകലയെന്നല്ല ആരും അത് അറിഞ്ഞിട്ടില്ല. ഇരുപത്തിനാല് വർഷമായി തമ്പി ഈ കളി തുടങ്ങിയിട്ട്. അന്ന് ഇതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയ ഒരു അവസരത്തിൽ ഞാനൊരു കളി കളിച്ചു. തട്ടാശ്ശേരി മാധവൻ ഔട്ട്. മരിച്ചതല്ല, കൊന്നതാ. ഈ രാജ്മോഹൻ തമ്പി തന്ത്രപൂർവം അവസാനിപ്പിച്ചു. അന്നതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ തമ്പി അന്നേ പുറത്തായനെ. ചെറിയൊരു ഓപ്പറേഷൻ. തമ്പി ഉണ്ടായിരുന്നതൊക്കെ നിലനിർത്തി. അത് മാത്രമല്ല, സ്വപ്നം കാണാനാകാത്തത് പോലും സ്വന്തമാക്കി. അന്നൊക്കെ സന്ദീപ് വെറും ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇപ്പോഴവൻ തീരുമാനങ്ങൾ എടുക്കുന്നു. ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്നു. അതൊരു ബാഡ് സിഗ്നലാണ്. അന്ന് മാധവൻ സാറിനെ തീർത്തതുപോലെ, ശ്രീകലയെ രണ്ടാം വിവാഹത്തിലൂടെ സ്വന്തമാക്കിയതുപോലെ ഇവനെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് ഞാൻ ചെയ്യും. സമയം ഒത്തു വന്നാൽ അത് ഞാൻ ചെയ്തിരിക്കും.
ആയമ്മ വള കൊണ്ടിട്ട കാര്യത്തില് തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കുട്ടി. അതിനൊരു സമാധാനം കിട്ടണമെങ്കിൽ ഇക്കാര്യത്തിൽ വിദ്യാമ്മ എന്തെങ്കിലും പറയണം. അറിയാനുള്ള പോക്കാണ്. പോയിട്ട് വരട്ടെ. ദേവുട്ടി, എങ്ങോട്ടാ ഇത്ര തിടുക്കത്തില്? എന്നോട് പറയാൻ വന്ന കാര്യം ഇതല്ലേ, ഈ വള കിട്ടിയ കാര്യം. സന്ദീപിന്റെ മുത്തശ്ശി കൊണ്ടുവന്ന് കയ്യിലിട്ട വള. അവരെന്തിനാണ് വള കൊണ്ടിട്ടെന്നുള്ളൊരു ചോദ്യം മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ലേ? ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ടോ ഒന്നും അവസാനിക്കുന്നില്ല കുട്ടി. പലതും പലതിന്റെയും തുടർച്ചയാണ്. ചിലതിന്റെ തുടക്കവുമാണ്. ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വള നിന്റെ കയ്യിലുണ്ടാവണം. പലതും ഇനിയും സംഭവിക്കും. നിന്റെ ജന്മവിധികൾക്ക് ദേവി കാവൽ നിൽക്കുന്നുണ്ട്. നിനക്ക് വിധിച്ചതും നീ അർഹിക്കുന്നതും ദേവി തന്നെ നിന്നിലെത്തിക്കും. ഈ വള നീ നിന്റെ ഹൃദയത്തിൽ ചേർത്ത് സൂക്ഷിക്കുക. നിന്റെ ജീവിത സന്തോഷത്തിന്റെ ആദ്യ സമ്മാനമാണിത്. നിന്റെ ആ ലക്ഷ്യം സ്വയം അറിയാതെ തന്നെ നിന്നെ കടന്നു പോയിരിക്കുന്നു കുട്ടി. പക്ഷേ അതിനെ തിരിച്ചറിയാൻ വിധി തൽക്കാലം നിന്നെ അനുവദിക്കുന്നില്ല. നിന്റെ അറിവിൽ നിന്ന് അത് മറച്ചു വെച്ചിരിക്കുക. നമ്മൾ അറിയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാ. നടക്കുന്നതൊക്കെ ദേവഹിതങ്ങളാ. അത് പൊളിച്ചെഴുതുക സാധ്യമല്ല കുട്ടി. എല്ലാം വിധിക്കധീനമാണ്.